ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും വലൈക്കും അസ്സലാം. അസ്സലാം. എത്ര പേര് ഇന്നലത്തെ എക്സസൈസ് ചെയ്തോ? എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? ഞാന് ഈ കായംകുളത്ത് ടൗണിന്റെ നടുക്ക ഇവിടുത്തെ ബിൽഡിങ് ഷോപ്പ് പാർലർ. അപ്പൊ ഈ വിൻഡോ ഇങ്ങനെ നീക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് അതിലേ പോകുന്ന ഒരുപാട് പേര് വേണ്ടി പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്ത് പിന്നെ ഇവിടുന്ന് വണ്ടി ഓടിച്ച് വീട്ടിൽ പോകുന്നിടം വരെ കണ്ട ആളുകളെ അങ്ങനെ ഭയങ്കര എന്ത് ഫീലിംഗ് ആണ് തോന്നിയത്? ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക്. എന്തുവാന്ന് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ല റിലാക്സ്ഡ് ആയിട്ട് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സത്യം പറഞ്ഞ ഇത്രയും നാൾ എന്തെല്ലാം ചെയ്തതിനേക്കാൾ മികച്ചൊരു ഇതായിരുന്നു. അപ്പോ അത് ചെയ്തവർക്ക് മാത്രമേ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റൂ. നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ്. നമുക്ക് പിന്നെ പിന്നെ ആളുകളെ കാണുന്നില്ലല്ലോ, പറയാൻ പറ്റുന്നില്ല അങ്ങനെ. യെസ്, സോ നൈസ്, വെരി ഗുഡ്. വേറെ ആരൊക്കെ ചെയ്തു? ഞാൻ ചെയ്തു മാം. പറഞ്ഞേ, എക്സ്പീരിയൻസ് പറഞ്ഞേ. ഞാൻ ഇന്നലെ മാമിന്റെ ക്ലാസ്സിനാ ചെയ്തേ. മിനിഞ്ഞാന്ന് നമ്മുടെ മറ്റേ ക്ലാസ്സിൽ തന്നെങ്കിലും ഞാൻ ആക്ച്വലി ചെയ്തു പക്ഷെ എനിക്ക് അത്ര എഫക്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വിട്ടു. പിന്നെ ഇന്നലെ മാമിന്റെ ക്ലാസ് കയറിയതിനു ശേഷം പിന്നെ മാം ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചില്ലേ, അപ്പൊ ചെയ്തതിന് ശേഷം എന്റെ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഏട്ടനോട്ട് എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ പെട്ടെന്ന് എഫക്ട് ചെയ്യും, അതുകൊണ്ടാ. പക്ഷെ ഇന്നലെ ഞാൻ അങ്ങനെ ഏട്ടനെ വെച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഇന്ന് രാവിലെ ആയത്തേക്കും ഏട്ടൻ വീട്ടിൽ വന്നു. ഞാൻ ഇങ്ങനെ ഇരുട്ടിക്ക് പോവായിരുന്നു മോളെ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് കേറിയിട്ടായെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇവിടെ വീട്ടിൽ വന്നു. വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട് മാം, ഇത് ചെയ്യാറുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട്. നമുക്കത് പെട്ടെന്ന് നമ്മുടെ ഒരു എനർജി ചേഞ്ച് ആയ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് എനർജി ചേഞ്ച് ആവും. നമ്മുടെ എനർജി പെട്ടെന്ന് ചേഞ്ച് ആവും, നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ. എനിക്ക് ഈ സെഷൻ ഇന്നലെ കയറാൻ പറ്റിയില്ല. ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു, നമുക്ക് തിരക്കില്ലേ. ഞാൻ ഏതായാലും വീഡിയോ കണ്ടിട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യാം. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ എല്ലാരും? ഞാൻ മ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോകാം. ഇന്നലത്തെ ബാക്കിയാണ്. അൺകണ്ടീഷണൽ ലവ് ആണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അത് പ്രാക്ടീസ് ചെയ്ത ഒരു സ്പെഷ്യൽ പ്രാക്ടീസ് ആയിരുന്നു ഇന്നലെ നമ്മൾ കൊടുത്തത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവർ പറഞ്ഞിട്ടുള്ളത്. അപ്ലൈ ചെയ്തവർക്ക് അതിൻ്റെ റിസൾട്ട് വളരെ വളരെ വ്യത്യസ്തമായിട്ടൊരു റിസൾട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. എഗെയിൻ ഈ നോമ്പ് തീരുന്നത് വരെ, റംസാൻ 30 വരെ അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇന്നിവിടെ പറയാൻ പോകുന്ന 7 laws of അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവിൻ്റെ 7 നിയമങ്ങളാണ് പറയുന്നത്. അൺകണ്ടീഷണൽ ലവ് ഒരു വീക്ക്നെസ് ആയിട്ട് ആരും കാണരുത്. നമ്മളെല്ലാവരും നമ്മൾ എന്തിനാണ് ചിലർ പറയില്ലേ, എത്ര കേട്ടാലും നിനക്ക് നാണമില്ല എന്നാലും നീ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഇറ്റ്സ് നോട്ട് എ വീക്ക്നെസ്. അതായത് ഒരു കണ്ടീഷനും ഇല്ലാതെ, എക്സ്പെക്റ്റേഷനും ഇല്ലാതെ, ഈഗോ ഇല്ലാതെ നമുക്കൊരാളെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയുകയാണെങ്കിൽ അതൊരു സ്പിരിച്വൽ വേ ആണ്. ഇൻ സ്പിരിച്വൽ ട്രഡീഷൻ ലവ് എന്ന് പറയുന്നത് ഒരു ഹയസ്റ്റ് ഹ്യൂമൻ ഫ്രീക്വൻസിയാണ്. സ്പിരിച്വൽ ട്രഡീഷനും അല്ലെങ്കിലും തന്നെ ഇസ്ലാം പറയുന്നത് അത് ആ ഒരു സ്നേഹം വരുമ്പോഴാണ് ഒരു ഡിവൈൻ മേഴ്സി നിങ്ങൾക്ക് കിട്ടുന്നത്, റഹ്മത്ത് ഉണ്ടാകുന്നതെന്നാണ്. അപ്പോൾ ഫസ്റ്റ് നിയമം, ലോ ഓഫ് സീയിങ് ദ ഡിവൈൻ ഇൻ എവരി വൺ. എല്ലാവരിലും ഒരു ഡിവൈൻ്റെ അംശം കാണണം. കാരണം നമ്മളെല്ലാവരും ഒരേ ആളിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. ആ ഒരു ഡിവൈനിറ്റിയുടെ അംശം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. അപ്പം നമ്മൾ കാണുന്ന എല്ലാവരിലും ഒരു ഡിവൈൻ്റെ ഒരു അംശം കാണാൻ പറ്റുകയാണെങ്കിൽ അൺകണ്ടീഷണൽ ലവ് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. എവറി ഹ്യൂമൻ ബീയിങ് ക്യാരീസ് എ സ്പാർക്ക് ഓഫ് ദ ഡിവൈൻ. ഇപ്പം പസഫിക് മഹാസമുദ്രം ആണ് ഹയർ സെൽഫ്, ഡിവൈൻ എങ്കിൽ, ദൈവമെങ്കിൽ അതിൻ്റെ ഒരു ഡ്രോപ്പ് ഓഫ് ഒരു തുള്ളിയാണ് നമ്മൾ ഓരോരുത്തരും. ഞാനൊരു മെറ്റഫറിക്കലി പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ ഒരു അംശം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമ്മൾ പറയില്ലേ, നമ്മുടെ മുന്നിൽ മറ്റുള്ള ആൾക്കാർ വന്ന് മോശമായിട്ട് പെരുമാറിയാൽ പോലും
അവരുടെ ഉള്ളിലുള്ള എസെൻസ് സീക്രട്ട് ആണ്, സീക്രട്ട് എസെൻസ് ഉള്ള വ്യക്തികളാണ്. ഏത് തെറ്റ് ചെയ്യുന്നവരുടെ ഉള്ളിലും അവരുടെ കോർ എന്ന് പറയുന്നത് പ്യുവറാണ്. ഇപ്പൊ ഖുർആനിൽ പറയുന്നത്, അള്ളാഹ് പറയുന്നത് ദെൻ ഹ്യൂമൻസ് വെയർ ക്രിയേറ്റഡ് വിത്ത് ഡിഗ്നിറ്റി. സൂറത്തുൽ ഇസ്രായിൽ പറയുന്നതാണ്, അൽ ഇസ്ര. സോ വി ഹാവ് ഓണേർഡ് ദ ചിൽഡ്രൻ ഓഫ് ആദം. ആദമിൻ്റെ മക്കളാണ്. ആ ഒരു ഡിഗ്നിറ്റി എല്ലാവർക്കും ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അപ്പം എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് വിദ്യാഭ്യാസം കുറവാണ്, ആൾക്ക് വിവരമില്ലെന്ന് നമ്മൾ ധരിക്കുന്നു, അയാൾക്ക് വിവേകമില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു, കൾച്ചറലി അല്ല ബിഹേവ് എന്ന് വിചാരിക്കുന്നു. ബട്ട് സ്റ്റിൽ ആ വ്യക്തിക്കും ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ വ്യക്തിയുടെ ഡിഗ്നിറ്റി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, ആ ഡിഗ്നിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ലോ ഓഫ് സീയിങ് ദ ഡിവൈൻ എവരിവൺ, എല്ലാവരും ഒരു ഡിവൈനിറ്റി നമ്മൾ കാണണം. അപ്പോൾ നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുകയോ ചെയ്തതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കണം. ചിലപ്പോൾ ഈ മനുഷ്യൻ നമ്മളോട് വഴക്കുണ്ടാക്കുന്ന ഇയാൾ എന്തോ പെയിനിലായിരിക്കും, ചിലപ്പോൾ എന്ത് പെയിനായിരിക്കും, എന്ത് സ്ട്രഗിളായിരിക്കും അയാൾ ക്യാരി ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മൊമെൻറ്റിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു കമ്പാഷൻ പുറത്തേക്ക് വരും. ആ കമ്പാഷൻ നമ്മളെ ആ വ്യക്തിയിലുള്ള ഡിവൈനിറ്റിയെ കാണാൻ സഹായിക്കും. അത് അൺകണ്ടീഷണൽ ലവിൻ്റെ ഒരു നിയമമാണ്. രണ്ടാമത്തെ നിയമം ലോ ഓഫ് അക്സെപ്റ്റൻസ് ആണ്. അൺകണ്ടീഷണൽ ലവ് അക്സെപ്റ്റ് പീപ്പിൾ ആസ് ദേ ആർ, നോട്ട് ഓൺലി ആസ് വി വോണ്ട് ദം ടു ബി. നമുക്ക് വേണ്ട പോലെ അവർ പെരുമാറണമെന്ന് നമ്മൾ പറയില്ല. നമ്മൾ അൺകണ്ടീഷണലി ഒരാളെ അക്സെപ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും തുടങ്ങിയാൽ അയാൾ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതേ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഈ അക്സെപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ ഹാംഫുൾ ബിഹേവിയർ അപ്രൂവ് ചെയ്യുക എന്നുള്ളതല്ല. അതായത് നമ്മളൊരു റീസെൻമെൻ്റ് ഇല്ലാതെ ആ റിയാലിറ്റീനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഒരു റീസെൻമെൻറ്റും ഇല്ലാതെ, ഒരു ദേഷ്യവും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു വൈരാഗ്യവും ഇല്ലാതെ നമ്മൾ ആ ആളിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലോ പറയുന്ന ലോ ഓഫ് അക്സെപ്റ്റൻസ് കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന ചില സ്വഭാവം ഉണ്ട്, അതില്ലാതാകും. അതായത് ഈ ഹസ്ബൻഡ് ഭാര്യ ഭർത്താവിനെ, അല്ലെങ്കിൽ മറ്റുള്ളവർ വീട്ടിലുള്ള മറ്റ് വീക്കർ സെഷന് സ്ട്രോങ്ങർ ആയിട്ടുള്ള, ഫിനാൻഷ്യലി എംപവേർഡ് ആയിട്ടുള്ള, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഹയർ ലെവലിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുന്ന ആൾ വീക്കായിട്ടുള്ള ഒരാളെ കൺട്രോൾ ചെയ്യും. അതില്ലാതെ വരണമെങ്കിൽ ലോ ഓഫ് അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യണം. മൂന്നാമത്തെ ലോ ഓഫ് ഫൊർഗീവ്നെസ്. നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? ട്രൂ ലവും അതുപോലെ വെറുപ്പും ഒരേ സമയം ഹൃദയത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദ ഹാർട്ട് കനോട്ട് ക്യാരി ലവ് ആൻഡ് റീസെൻമെൻറ്റ് അറ്റ് ദ സെയിം ടൈം. രണ്ടും ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല. അപ്പോൾ നമുക്ക് നല്ലത് ചൂസ് ചെയ്യുന്നതല്ലേ നല്ലത്, ചൂസ് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ മറ്റൊരാൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ക്ഷമിച്ചു കൊടുക്കുക. നമ്മൾ കുറേ കാര്യം കൊണ്ട് പറയുന്നു, forgive whoever forgives and make a reconciliation, their reward is with Allah. നമ്മൾ ഒത്തുനോക്കുക എന്നാണ് പറയുന്നത്, റിക്കൺസിലിയേഷൻ. നമ്മൾ പുറത്ത് കൊടുത്തിട്ട് നമ്മൾ അല്ലെങ്കിൽ ആ കണക്ക് ക്ലോസ് ചെയ്യുന്നത്, ഒത്തുനോക്കി കണക്ക് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് റിക്കൺസിലിയേഷൻ. ആ കണക്ക് ക്ലോസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണമെങ്കിൽ തമ്പുരാൻ്റെ നമ്മൾ അർഹതപ്പെട്ട എല്ലാം നമ്മളിലേക്ക് വരും. റഹ്മത്തും ബർക്കത്തും ഈമാനും സന്തോഷവും സമൃദ്ധിയും, എവറിത്തിങ് കംസ് ടു അസ്, എസ്പെഷ്യലി ഇൻ ദ ടൈം ഓഫ് റംസാൻ. അപ്പം എന്തെങ്കിലും ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു റീകൺസിലിയേഷൻ നടത്തണം, എല്ലാം ക്ലിയർ ആക്കണം, കണക്ക് ക്ലിയർ ആക്കണം, പക്കാക്കണം. അടുത്ത ലോ ഓഫ് കമ്പാഷനാണ്. കമ്പാഷൻ എന്ന് പറയുന്നത് വേറൊരാൾക്കൊരു പെയിനാണ്, ഒരു ബുദ്ധിമുട്ടാണ്, അവിടെ നമ്മൾ കുറച്ചുകൂടി ദയവ് കാണിക്കുക എന്നുള്ളതാണ്. പല ആൾക്കാരും മറ്റു വ്യക്തികളെ ഹേർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദേ ദെംസെൽസ് ആർ ഹേർട്ട് പീപ്പിൾ. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നമുക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്, പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ ഒന്ന് കമ്പാഷൻ ഗ്രൗണ്ടിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ദേഷ്യമൊക്കെ പോകും. നമ്മുടെ ഹൃദയം ഈവൻ മോർ പവർഫുൾ ആൻഡ് പ്യുവറായി മാറും. കൈൻഡ്നെസ് എന്ന് പറയുന്നത്, കൈൻഡ്നെസ്സും കമ്പാഷനും എന്ന് പറയുന്നത് ഏറ്റവും നല്ല വികാരങ്ങളാണ്, ഏറ്റവും മനോഹരമായ വികാരങ്ങളാണ്. കൈൻഡായിരിക്കുക, ദയുള്ള ആളായി മാറുക.
അമ്മ അവരുടെ മകൻ ആർമിയിലാണ്. അപ്പം കുറച്ച് മുന്നേ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ പട്ടാളത്തിൽ നിന്ന് പ്രശ്നമൊക്കെ ആയിട്ട് വരുന്നവരെ വരുന്നത് ട്രെയിനിൽ കൊണ്ടുവന്ന് ഇറക്കും, അതാത് ഗ്രാമങ്ങളിൽ ഇറക്കും, മുറിവേറ്റവരെയൊക്കെ. അപ്പോൾ ഗ്രാമവാസികൾ വീട്ടുകാരൊക്കെ കാത്തു നിന്ന് ഇവർ ചിലപ്പോൾ മരിച്ചിട്ടായിരിക്കും കൊണ്ടുവരുന്നത്, അങ്ങനെയാണെങ്കിൽ ബോഡി കൊണ്ടുപോയി അടക്കും. അതല്ല ജീവനോട് ഈ ഹാഫ് പ്രജ്ഞർ എന്നൊക്കെ പറയില്ലേ, കുറേ മുറിവൊക്കെ ആയിട്ടാണ് വരുന്നതിൽ അവരെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് ചിലപ്പം രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ യുദ്ധം, അങ്ങനെയാണ്. അപ്പോൾ ഒരമ്മയ്ക്ക് ഒരൊറ്റ മകനേ ഉള്ളൂ. എല്ലാ ദിവസവും ഈ മകൻ ഈ സ്റ്റേഷനിൽ കാത്തു നിൽക്കും. അമ്മ ചിലപ്പോൾ അമ്മ വിചാരിക്കുന്ന ഇതാണ്, എൻ്റെ മകൻ കയ്യോ കാലോ മുറിഞ്ഞൊക്കെ വരും, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ കാത്തു നിൽക്കും. ഓരോ ദിവസവും ട്രെയിൻ വരുമ്പോഴും ഇങ്ങനെ മുറിവേറ്റ ആളുകൾ ഇറക്കുമ്പോൾ അമ്മ ഓടി വരും, എൻ്റെ മകനാണോ ഇത് എന്നറിയാൻ. അപ്പോൾ കുറേ ദിവസം നമ്മൾ ഒരു ദിവസം ട്രെയിനിൽ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടിറക്കും, ആളുകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇറക്കുകയാണ്. ഇറക്കുമ്പോൾ അവൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ മുഖം മുഴുവൻ പൊള്ളി പൊള്ളയേറ്റ് വികൃതമായി, ആളിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഓർമ്മയില്ല, ഒരു ഞരക്കം മാത്രമുണ്ട്, കൈകാലുകളൊക്കെ മുറിഞ്ഞു. അപ്പോൾ ഇറക്കുന്ന മറ്റു പട്ടാളക്കാർ പറഞ്ഞു. അപ്പോൾ ഈ അമ്മ ഓടി വരികയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നവർക്കറിയാം, എല്ലാ ദിവസവും ട്രെയിനിൽ വന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനാണോ എന്ന് ഇവർ ചോദിക്കാറുണ്ട്. അപ്പം ആ ദിവസവും വന്ന് ചോദിച്ചു. ഇതെൻ്റെ മകനാണ്. അപ്പം ആ ഓഫീസേഴ്സ് ഒന്ന് പറഞ്ഞു, നോക്കൂ, ഇത് നിങ്ങളുടെ മകനാണോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. മുഖമൊന്നും അറിയാൻ പറ്റുന്നില്ല, പക്ഷേ ഇവർക്ക് മനസ്സിലായി, നോക്കിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ മകനല്ല എന്ന് പറഞ്ഞു. അപ്പം മറ്റോ കൊണ്ടുവന്ന ബോഡി ഇറക്കുന്ന പട്ടാളക്കാർ പറഞ്ഞു, ഇത് അധിക ദിവസം ഉണ്ടാവില്ല, അപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് കൊണ്ടുപോയി ഈ പയ്യനെ ഒന്ന് എവിടെയെങ്കിലും നോക്കാൻ പറ്റിയത് നോക്കൂ, ഇത് കുറച്ച് ദിവസം മാത്രമേ ജീവനോടെ കാണുള്ളൂ. അപ്പോൾ ഈ അമ്മ പറഞ്ഞ, ഇത് എൻ്റെ മകനല്ല, പക്ഷെ ഇത് ഏതോ ഒരു അമ്മയുടെ മകനാണ്, ഇവൻ അനാഥനായി മരിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആ പയ്യനെ ഈ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അടുത്ത ദിവസങ്ങളിൽ പറ്റുന്നിടത്തോളം വേദന സംഹാരി കൊടുത്തും സംസാരിച്ചും വെള്ളം കൊടുത്തും ആ മകൻ്റെ അടുത്തിരുന്ന്, ആ പയ്യൻ്റെ അടുത്തിരുന്ന് ആ അമ്മ ശുശ്രൂഷിക്കുന്നു. ഇത് ഒരു അൺകണ്ടീഷണൽ ലവാണ്. എൻ്റെ മകന് വേണ്ടി മാത്രമേ ഞാൻ ചെയ്യുന്നിരിക്കുന്ന ഒരു അമ്മമാർ, എൻ്റെ മക്കളെ മാത്രം നന്നായാൽ മതിയെന്ന് ചിന്തിക്കുന്ന അമ്മമാർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അൺകണ്ടീഷണലി സ്വന്തം മകനെ ശുശ്രൂഷിക്കുന്ന അതേ പെയിനോടുകൂടി അതേ കെയറോടുകൂടി സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ അമ്മയ്ക്ക് കഴിയാന്ന് പറയുന്നത് ആ ദിവ്യമായ ആ വ്യക്തിയിലുള്ള അൺകണ്ടീഷണൽ ലവ് ആണ്. ഇന്നത്തെ കാലത്ത് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഈ ഒരു സ്നേഹമുള്ളത്, വളരെ കുറച്ച് പേർക്ക്. ഞാൻ കഴിഞ്ഞ ഇന്നലെയോ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ തുറന്നപ്പം സിക്കിം എവിടെയുള്ള, അതായത് ബംഗാൾ, സിക്കിം അങ്ങനെയുള്ള ഏതോ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി പാട്ടാണെന്നാണ് തോന്നുന്നത്, ഏതോ ഒരു റിയാലിറ്റി ഷോയിൽ സംസാരിക്കുകയാണ്. ഷോ ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ കുട്ടി നന്നായി കണ്ണ് കാഴ്ച കുറവാണ്, വളർച്ച കുറവാണ്, മുരടിച്ചതാണ്. അപ്പം അതതിൻ്റെ കഥ പറയുകയാണ്. ഞാൻ ജനിച്ചു വളർന്ന ഇവിടെയല്ല, ഇപ്പം ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. ഞാൻ സിക്കിമിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രശ്നത്തിൽ അമ്മ മരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം എനിക്കൊരു 5 വയസ്സ്, ആ കുട്ടിക്ക് അന്ന് 4 വയസ്സേ ഉള്ളൂ, 4 വയസ്സിൽ താഴെയുള്ളൂ. അപ്പോൾ എൻ്റെ ട്വിൻ ബ്രദർ എനിക്കുണ്ടായിരുന്നു, എൻ്റെ സഹോദരൻ, അവനും മരിച്ചു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവിടെ കുറച്ച് കാലം അനാഥാലയത്തിൽ വളർന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാദർ കോഴിക്കോട് വന്നു, എന്നെ കൂട്ടിക്കൊണ്ട് വന്നു. ഇവിടെ അനാഥാലയത്തിലാക്കിയിട്ട് ഫാദർ കോഴിക്കോട് വന്ന് എന്തൊക്കെ ജോലി ചെയ്തു. അപ്പം ഫാദർ എൻ്റെ കൂടെ ഇല്ല, അതിൻ്റെ സങ്കടം എനിക്കുണ്ട്. ഞാൻ ഈ അനാഥാലയങ്ങളിൽ വളരുമ്പം 5 വയസ്സാണ് ആ കുട്ടിയെ ജോയിൻ ചെയ്യിക്കുമ്പോൾ. വെക്കേഷൻ സമയത്ത് ബന്ധുക്കളൊക്കെ, പേരൻസ് ഇല്ലെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകും, എന്നെ മാത്രം കൂട്ടിക്കൊണ്ടുപോകാൻ ആരുമില്ല. ഞാൻ അവിടെ താമസിച്ചു. അങ്ങനെ ഇരിക്കവേ എനിക്കൊരു 12 വയസ്സ് ആവുന്ന സമയത്ത്, 10 വയസ്സ് കഴിഞ്ഞപ്പോൾ ഫാദർ വന്ന് എന്നെ കൂട്ടിയിട്ട് കോഴിക്കോട് വന്നു. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ കോഴിക്കോട് ഞാനൊരു ഓർഫനേജിലാണ് നിന്നത്. അപ്പം അടുത്ത് വേറൊരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൺകൊച്ചി ഇത് പറയുമ്പോഴേക്ക് ആ സ്ത്രീ കരയാണ്. അപ്പോൾ ഈ കൊച്ചു പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് നോക്കുകയാണ്, അപ്പോൾ ഇതല്ലേ ഇതിൻ്റെ അമ്മ. അപ്പോൾ അടുത്ത് നിൽക്കുന്ന സ്ത്രീ കരയുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചു പറയാണ്, അവിടെ ഞാൻ 10-20 ദിവസം അവിടെ ഞാൻ താമസിച്ചു, ഓർഫനേജിലാണ്. അവിടെ വെച്ചാണ് എനിക്ക് എൻ്റെ ഈ ഉമ്മായെ കിട്ടിയത്.
അതായത് ആ ഓർഫനേജിലെ മാട്രനാണ് ആ സ്ത്രീ. അപ്പോൾ അന്ന് മുതൽ ദൈവം എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. പക്ഷെ അതിന് അനുസരിച്ച് അതിന് പകരം ദൈവം എനിക്ക് ഒരുപാട് സന്തോഷങ്ങളും നൽകി. എന്നിട്ട് ആ കൊച്ചു പറയാണ്, ചെറുതാണ് പറയുന്നത്, സംസാരിക്കുന്ന കുട്ടി വളരെ ചെറുതാണ്, ഒരു 15-16 വയസ്സൊക്കെ വരുള്ളൂ. ആ കുട്ടി പറയാണ്, എനിക്ക് ഒരുപാട് സ്നേഹം എൻ്റെ ഈ ഉമ്മ എനിക്ക് തന്നു. ഈ ഉമ്മയുടെ വീട്ടിൽ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ഞാനൊരു ഉമ്മയുടെ സ്നേഹം മനസ്സിലാക്കുന്ന ഇവിടെ നിന്നാണ്. ഇപ്പോഴൊക്കെ മറ്റേ സ്ത്രീ കരയുന്നുണ്ട്. എന്നിട്ട് അവസാനം ഈ കൊച്ചു പറഞ്ഞ, അതാണ് എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്യിച്ചത്. എൻ്റെ വാപ്പ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും. അപ്പം ഞാൻ ഉമ്മയുടെ കൂടെ നിൽക്കുന്നതിനാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ എൻ്റെ വാപ്പയോട് പറഞ്ഞു, ഉമ്മയ്ക്ക് ഭർത്താവില്ല. അപ്പം എൻ്റെ വാപ്പയടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഉമ്മയെ കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് ആ കൊച്ചു അടുത്ത സെൻറ്റൻസ് ആണ്, എൻ്റെ വാപ്പ എനിക്ക് വേണ്ടി എന്തും ചെയ്യും, എന്ത് ത്യാഗവും ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വാപ്പ ഉമ്മയെ കല്യാണം കഴിച്ചു. അങ്ങനെ എനിക്ക് 2 അനിയത്തിമാരിപ്പോഴുണ്ടെന്ന്. ആ ഒരു സ്റ്റോറി, 2 സിസ്റ്റേഴ്സ് എനിക്കിപ്പോൾ ഉണ്ട്. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ചെറിയ സോഷ്യൽ മീഡിയ നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണും. ഞാൻ പക്ഷേ അത് ഷെയർ ചെയ്യാൻ മറന്നു. ഇന്ന് കണ്ടതാണ് ഇത്, ഏതോ ഒരു റിയാലിറ്റി ഷോയിലാണ്. ശരിക്കും പറയണമെങ്കിൽ ആ ഒരു അൺകണ്ടീഷണൽ ലവ് ആ സ്ത്രീ കാണിച്ചത് കൊണ്ട്, ആ സ്ത്രീയുടെ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ്, ഒരു കുഞ്ഞിനെ സ്വന്തം മകളായിട്ട് സ്നേഹിക്കാനുള്ള ഒരു മനസ്സ്, ഇതൊക്കെയാണ് റിയൽ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. സോ നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? ട്രൂ സ്റ്റോറി അല്ലേ? ട്രൂ ശരിക്കും സ്റ്റോറി, ട്രൂ സ്റ്റോറി. സിനിമയിൽ കാണൂലേ ഇതൊക്കെ? അതെ അതെ അതെ, ട്രൂ സ്റ്റോറി. അത് ആ കുട്ടി നിന്ന് പറയുന്ന ആ ബോൾഡ്നെസ്, അവൾക്ക് ആ ബോൾഡ്നെസ് കിട്ടിയ ഇവിടെ നിന്നാണ്, അവളുടെ അനുഭവങ്ങളിൽ നിന്നാണ്. ഒരു സാധാരണ പെൺകുട്ടിക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. എത്ര ഓർഗനൈസ്ഡ് ആയിരുന്നു. ഒരു കഥ കേൾക്കുന്ന ഒരു ക്യൂരിയോസിറ്റി നമ്മളിൽ എല്ലാവരിലും ജനിപ്പിച്ചിട്ടാണ് കുഞ്ഞത് പറയുന്നത്. ഞാൻ എന്താവശ്യപ്പെട്ടാലും അത് പറഞ്ഞിട്ടാണ് കൊച്ചു എന്താവശ്യപ്പെട്ടാലും എൻ്റെ വാപ്പ എനിക്ക് സാധിച്ചു തരും. ഞാൻ എൻ്റെ വാപ്പയോട് പറഞ്ഞു, ഉമ്മയെ കല്യാണം കഴിക്കാൻ. ഇന്ന് എനിക്ക് 2 സഹോദരി, എൻ്റെ അനിയത്തിമാരുണ്ട്, ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നു. പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, സോ നൈസ്. എനിക്ക് ആ പറഞ്ഞ രീതിയല്ല, ആ ലൈഫ് നമ്മുടെ മുന്നിൽ ഒരു ചുരുങ്ങിയ വാചകങ്ങളിൽ ആ അൺകണ്ടീഷണൽ ലവിൻ്റെ ഒരു നരേഷൻ ചുരുങ്ങിയ വാചകങ്ങളിൽ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. കണ്ടുപിടിച്ചെടുക്കാം എങ്ങനെയെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണ് കണ്ടത്. കണ്ടുപിടിച്ചെടുക്കാം. ഓക്കെ. ശരിക്കും നമുക്ക് ഈ എലമെന്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടല്ലോ, ഈ ഡിവൈൻ എലമെന്റ്, അൺകണ്ടീഷണൽ ലവ് എല്ലാവരിലും ഉണ്ടല്ലോ. അത് എല്ലാവരിലും ഉണ്ട്. നമ്മുടെ ട്രൂ സെൽഫ് അൺകണ്ടീഷണൽ ലവിൽ ഉള്ളതാണ്. പക്ഷെ അതിന്റെ പുറത്ത് സ്വാർത്ഥത, ഈഗോ, പലതും അങ്ങനെ വന്ന് പിന്നെ അൺവാണ്ടഡ് ഇമോഷൻ, നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ബിലീഫ്സ്, ദെൻ നമ്മുടേതായ ഒരു ഇംപ്രഷൻസ്, മെമ്മറീസ്, നമ്മളുടെ ഒരു ലോകം, അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ കയറി ഷെയിമും ഗിൽറ്റും ഇതെല്ലാം കയറി അഴുക്ക് അടിഞ്ഞുകൂടിയിരിക്കും. നമ്മൾ എങ്ങനെയാണെന്ന് അറിയാമോ? ചില വീടുകളിൽ ഈ പത്തായപ്പുരയുള്ള വീടുകളുണ്ട്. ആ വീടുകളിൽ സ്റ്റോർ റൂം, പഴയ സ്റ്റോർ റൂം, ഈ തേങ്ങാപ്പുര എന്നൊക്കെ പറയുന്ന വീട്, തേങ്ങയൊക്കെ ഇട്ടേക്കുന്നത്, ഉണക്കത്തേങ്ങ ഇടുന്ന, നെല്ലിടുന്ന അങ്ങനത്തെ വീട്, ഈ കാച്ചിൽ, ചേമ്പ് അങ്ങനത്തെ സാധനങ്ങൾ റൂമിൽ കൂട്ടിയിടുന്ന ഒരു പുറത്തൊരു പുര, അല്ലെങ്കിൽ വീടിനോട് ചേർന്നൊരു റൂം ഉണ്ടാവും. പശുവൊക്കെ ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീടുണ്ടാവും. ആ വീട്ടിനകത്ത് ആ റൂമുണ്ടാവും. ആ റൂമിൽ വല്ലപ്പോഴും നെല്ലെടുക്കാനോ അരിയെടുക്കാനോ അല്ലെങ്കിൽ വിളകളെടുക്കാനോ ഒക്കെ വല്ലപ്പോഴും വൺസിനെ വയലായിരിക്കും ആ വീട്ടിലെ ജോലിക്കാരോ അല്ലെങ്കിൽ മുതിർന്നവരോ റൂമിൽ കയറും. ആ കയറുന്ന സമയത്ത് മാത്രം ഇടുന്നൊരു ബൾബ് ഉണ്ടാവും. ഒരു ഡെക്കേഡ്, 12 കാലം കഴിഞ്ഞിട്ടുണ്ടാവും ബൾബ് മാറ്റി. കാരണം ബൾബിന് യൂസ് ഇല്ല. ആ ബൾബിന്റെ പുറത്ത് പിടിച്ചിരിക്കുന്ന അഴുക്കറിയാമോ? കരി പിടിച്ച്. ആ ബൾബിന്റെ പ്രത്യേകത വളരെ കുറച്ച് വെട്ടം മാത്രമേ കാണുള്ളൂ. വളരെ ഏത് രാത്രി ഇട്ടാലും ഒരു അല്പം വെട്ടം, ഇരിക്കുന്ന സാധനം അവിടെ ഉണ്ട്, പത്തായം അവിടെ ഉണ്ട്, നെല്ലവിടെ ഉണ്ട്, ഈ സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മാത്രം കാണാൻ പറ്റും. അല്ലാതെ വളരെ സൂക്ഷിച്ചു നോക്കണം, അടുത്ത് തരണം. ആ അരണ്ട വെളിച്ചം ഉള്ള ബൾബ് പോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളിൽ പുറത്ത് പിടിച്ചിരിക്കുന്ന കറകൾ മാറ്റുകയാണെങ്കിൽ, കഴുകി തുടച്ച് വൃത്തിയാക്കി പ്യുവറാക്കി ഇടുകയാണെങ്കിൽ നല്ല പ്രകാശിക്കുന്ന ബൾബുകൾ. അതാണ് നമ്മൾ ഓരോരുത്തർ. അപ്പൊ നമ്മുടെ ധർമ്മം എന്ന് വെച്ചാൽ ഈ പുറത്തുള്ള അഴുക്കുകളെ തുടച്ച് നമ്മൾ തന്നെ മാറ്റണം. ശരിക്കും അതോടെ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും, ഒരു പ്രത്യേക ബ്ലിസ് ആയിരിക്കും ആ സ്റ്റേജിൽ, അല്ലേ? ഭയങ്കര ബ്ലിസ് ആണ്. ബ്ലിസ് ആയിരിക്കും. ആ റിട്ടേൺ ജേർണി എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്?
എന്ന് പറഞ്ഞാല് ചോദിച്ച നമുക്ക് ഈ ഇറിറ്റേഷൻ അൺകണ്ടീഷണൽ ലവിനുള്ള ആ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് നമുക്ക് എങ്ങനെ തിരിച്ചു പോവാം? ഒരുപാട് പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യണം. നമ്മൾ സെൽഫ്ലെസ് ആകണം. നമ്മൾ താഴ്ന്ന ഇമോഷൻസ് നിന്ന് മുകളിലേക്ക് വരണം. അക്സെപ്റ്റൻസ് വേണം. ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് വേണം. ഈ ഓരോ നിമിഷവും അനുഗ്രഹമാണെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഓരോ സെക്കൻഡും അനുഗ്രഹമാണ്. ഈ കിട്ടിയതൊന്നും Forgiveness. എൻ്റെ അവകാശമല്ല, എൻ്റെ അധികാരമല്ല, ഞാനിപ്പോൾ ഈ വാഴുന്നതെല്ലാം എൻ്റെതല്ല, എൻ്റേതെന്നുള്ള കംപ്ലീറ്റ് ഈഗോ ലെസ്സായി മാറണം. ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ പിടിച്ചടക്കി വെച്ചേക്കുന്നതല്ലേ. നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട, ഇത് വേണ്ട, ഇത് കൊടുക്കാം. അല്ല, ഏറ്റവും നല്ലത് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവണം. ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ഈ മാസം നല്ലതാണ് നമുക്ക് ചെയ്യാൻ. നമ്മൾ ഒരു ചെറിയ ഒരു കാര്യം ചെയ്യുമ്പോഴും വലിയ ഒരു ചേഞ്ച് നമ്മളിലേക്ക് കൊണ്ടുതരും. ഒറ്റ സെക്കൻഡേ. രാജിമോളെ നമുക്ക് തിരിച്ചു പോവല്ലേ? സാറേ അതെ, അതിലെത്തണമെങ്കിൽ ഒരുപാട് ചെയ്യേണ്ട പ്രാക്ടീസുകൾ ചെയ്യേണ്ടി വരും. എഫേർട്ട് ഉണ്ട്, അല്ല വെറുതെ പോകാൻ എഫേർട്ട് പറ്റില്ല. സൂപ്പറാ. ഒരു ദിവസം നല്ലോണം 8 മുതൽ 9 മണിക്കൂർ വരെ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും എത്താൻ പറ്റും. ഞാൻ ആ സ്റ്റേജിൽ പോയിട്ടുണ്ട്. സൂപ്പറാണത്. ഇല്ല, അതുകൊണ്ടാണ് രാജിക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റണത്. മോസ്കിൽ എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ പറ്റണത്. അതെ 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 അതെ. ഇതൊക്കെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്ന് പറയാ. കഠിനമായിട്ട് പ്രാക്ടീസുകളുണ്ട്. നല്ലതാ, സൂപ്പറാണത്. നമ്മളത് ചെയ്തു തുടങ്ങി കഴിഞ്ഞാല്. അല്ല, മനുഷ്യൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ഒരു ബ്ലിസ്ഫുൾ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അതെ അതെ അല്ലാതെ അതെ. അതെ, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതെല്ലാം. കഷ്ടപ്പെടുന്നത്. അതെ അതെ. അവസാനം എല്ലാം ഉണ്ട്, അത് മാത്രമില്ല. അതാണ് അവസ്ഥ. അതെ അതെ. യെസ്, എല്ലാം ഉണ്ട്. ഫുൾഫിൽമെന്റ് ഇല്ല, ഒരു ബ്ലിസ് ഫീലിംഗ് ഇല്ല. ഞാൻ എൻ്റെ L1 പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ പീസ് ഓഫ് മൈൻഡും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയും ഡയറക്റ്റ് പാത്തും ലൈഫിനെ എങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു നല്ല ഇതിൽ ഡിസൈൻ ചെയ്യാന്നുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മണിയുണ്ട്, അബണ്ടൻസ് ഉണ്ട്, റഹ്മത്തുണ്ട്, ബർക്കത്തുണ്ട്, എല്ലാം ഉണ്ട്. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ന്യൂ മാം ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിലേ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. പെട്ടെന്ന് എത്താൻ പറ്റില്ല. പറ്റത്തില്ല. കഠിന പ്രയത്നത്തിലൂടെ നമ്മളത് വില്ലിങ് ആവണം, ചെയ്യാനായി തയ്യാറാവണമെങ്കിലേ പറ്റുള്ളൂ. അതെ, നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വന്നാലേ നമ്മുടെ ലൈഫ് യെസ് മാറും. യെസ്. അപ്പൊ മൈൻഡ് സെറ്റിൽ മാറ്റം വരണമെങ്കിൽ പല രീതിയിൽ മാറ്റം വരാം. ഒരു വ്യക്തി ഡെഡിക്കേഷനിലൂടെ ഞാൻ മാറണം എന്ന് തീരുമാനമെടുത്ത് ആ വഴിക്ക് നമ്മൾ സഞ്ചരിക്കുന്നു. രണ്ടാമത്തെ ആള് ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ബാക്കി കുറെ കാര്യങ്ങൾ എനിക്ക് നേടണം എന്ന് ചിന്തിച്ചുകൊണ്ട് മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നു, ഇന്റൻഷണലി ചെയ്യുന്നു. പിന്നെ ഒരാൾക്ക് നമ്മളെ നനച്ചിരിക്കാത്ത സമയത്ത് നമ്മൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കും. അവിടെ നിന്ന് നമ്മൾ പാഠം പഠിച്ചു കയറി വരും. അത് എഫേർട്ട് എടുത്ത് കയറിയ എഫേർട്ട്. ആ നഷ്ടം വെച്ചാൽ നമ്മൾ പറയില്ലേ, ഗ്രീഫിന്റെ ഏറ്റവും അഗാധ തലത്തിൽ പോയിട്ടുള്ള ആള്. ഗ്രീഫ് പ്യൂരിഫിക്കേഷനാണ്. ഗ്രീഫ് ടു പ്യൂരിഫിക്കേഷൻ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന പ്രോസസ്സാണ് ഈ പെയിൻ. അത് കഴിഞ്ഞ് നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ അറിയാതെ നടന്നെടുക്കുന്നത് ഇവിടെ ആയിരിക്കും. കയറി വരണം. അവിടെ നമ്മൾ മറ്റുള്ളവരെയും ദൈവത്തിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബ്ലെയിമിങ്ങേ പാടില്ല. ബ്ലെയിം ചെയ്യാനേ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ അവസ്ഥയിൽ അങ്ങനെയൊന്നും എല്ലാവർക്കും ഒന്നും അങ്ങനത്തെ ഇത് വരരുത്. സ്വയം നവീകരിക്കാനുള്ള ഒരു പാതയിലേക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. സ്വയം അതിനുള്ള സാഹചര്യങ്ങളും അവരും തയ്യാറാവണം, കിട്ടണം എല്ലാവർക്കും. അതെ അതെ, എല്ലാവർക്കും കിട്ടണം. ആ ഒരു വഴി നമുക്ക് അറിയണം. നമുക്ക് ഏത് കടയിലാണ് ആ ഒരു സ്പെഷ്യൽ പാക്കേജ് വെക്കുന്നതെന്ന് അറിയണം. റൈറ്റ് പാക്കേജ് വെക്കുന്നതെന്ന് അറിഞ്ഞാൽ ആ കടയിൽ പോയി വാങ്ങാനുള്ള വഴി അറിയണം. അവിടെ പോയി വാങ്ങാനുള്ള മനസ്സുണ്ടാകണം, വാങ്ങാനുള്ള പൈസ ഉണ്ടാകണം, ഇതൊക്കെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡാലിയുടെ ചിരി നോക്കിയേ. ഡാലിയുടെ ചിരി വെച്ചിട്ട് ഞാൻ ഒരു ഇമോജി ഉണ്ടാക്കാൻ പോവാണ് വാട്സാപ്പിൽ. അതെ അത് തന്നെ. നെക്സ്റ്റ് 5ാമത്തെ ലോ ഓഫ് സെൽഫ് ലവ്. യു കനോട്ട് ഗിവ് അൺകണ്ടീഷണൽ ലവ് ഇഫ് യു കൺസിസ്റ്റന്റ്ലി റിജക്റ്റ് യുവർ സെൽഫ്. സെൽഫ് ലവ് വളരെ വളരെ അത്യാവശ്യമാണ്. നമുക്ക് സെൽഫ് ലവില് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, സെൽഫ് കമ്പാഷൻ ഉണ്ട്, ഇമോഷണൽ ബാലൻസ് ഉണ്ട്, സെൽഫ് ലവ് ഉണ്ട്. ഇതെല്ലാം ഉള്ള ഒരാൾക്കേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരാൾ വന്ന് പറയുകയാണ്, എനിക്ക് കുറച്ച് പഞ്ചസാര വേണം. എനിക്ക് പഞ്ചസാര എന്താണെന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. പഞ്ചസാരയെക്കുറിച്ച് കേട്ടിട്ടില്ല.
കണ്ടിട്ടില്ല. അപ്പോൾ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, കുറച്ച് പഞ്ചസാര തരുമോ, എനിക്ക് അത്യാവശ്യമാണ്. അറിയാത്ത, ഇല്ലാത്ത, കേട്ടിട്ടില്ലാത്ത, എന്നിലില്ലാത്തൊരു സാധനം എനിക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അതുപോലെ സെൽഫ് ലവ് ഉണ്ടെങ്കിലേ അൺകണ്ടീഷണലി ലവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ സെൽഫിനെ ഡിനൈ ചെയ്തുകൊണ്ട് വേറൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ അകത്തെ വാതിൽ കൊട്ടിയടച്ചുകൊണ്ട് പുറത്ത് വന്നിരിക്കുന്ന ആളിന് വാ കയറി വാന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കും? നിൽക്കാൻ സ്ഥലമില്ല. സിറ്റൗട്ടിൽ നേരെ നിൽക്കാൻ പറ്റില്ല. കാറ്റും മഴയും ഇതും ഇരുട്ടും ഒക്കെ വരും, പാമ്പൊക്കെ വരും രാത്രി. സിറ്റൗട്ടിൽ നിർത്താൻ പറ്റില്ല, നിൽക്കത്തില്ല ആരും. സേഫ്റ്റി അല്ല, അവർ പോവും. ഇവിടെ ശരിയല്ല, ഇവിടെ ശരി. അപ്പം അടുത്ത വീട്ടിൽ പോകുമ്പോൾ ഡാലിയയുടെ വീടാണ്. ഡാലിയ ഇഷ്ടംപോലെ സെൽഫ് ലവ് ഉള്ള ആളാണ്. ഡാലിയയുടെ ഡോറ് ഓപ്പണായി കിടക്കുകയാണ്, അവിടെ പോവും. ഇവിടെ കുറെ ഫ്രൂട്ട്സ് ഉണ്ട് ഇപ്പൊ. അതെ, അപ്പോൾ അവിടെ പോവും. അപ്പോൾ നമ്മളുടെ ഉള്ളം കറക്റ്റ് ഇതുകൊണ്ട് നിറയ്ക്കണം. സെൽഫ് റെസ്പെക്റ്റ് കൊണ്ടും അതുപോലെ കമ്പാഷൻ കൊണ്ടും ലവ് ഉണ്ട്. സെൽഫ് ലവ് കൊണ്ടും നമ്മൾ നിറയ്ക്കണം. വെൻ യു ഓണർ യുവർ സെൽഫ്, യു ആർ നാച്ചുറലി ഓണർ അതേഴ്സ്. നമുക്ക് നമ്മളെ ഓണർ ചെയ്യാൻ പറ്റും. ചില ആൾക്കാരില്ലേ, മറ്റുള്ളവരെ ഭയങ്കര പുച്ഛമാണ്, ഭയങ്കര പുച്ഛമാണ്. എൻ്റെ ഫാമിലിയിൽ കല്യാണം കഴിച്ചു വന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ കല്യാണം കഴിച്ചു വന്ന് ഒരാളുണ്ട്, ഭയങ്കര ജലസൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അയാൾ ഏത് കാര്യം കാണുമ്പോഴും, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്യുന്ന കാര്യം, എൻ്റെ പ്രോഗ്രാം കാണുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു കമൻറ്റ് പറയും. നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഇപ്പോഴല്ല, ഇതൊരു 5 വർഷത്തിന് മുൻപുള്ള കാര്യമാണ്. ഒരു 4 വർഷം മുമ്പ് വരെയും ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം പറയുന്ന വെച്ചാൽ എനിക്ക് വേദനിക്കുന്ന രീതിയിലല്ല, വേറൊരു സർക്കാസ്റ്റിക് ആയിട്ടുള്ളതാണ്. പുള്ളി വിചാരിക്കുന്നത് വലിയ തമാശയാണെന്നാണ്. അപ്പം പുച്ഛമാണ് പക്ഷെ. അതെ അതെ അതെ. എൻ്റെ മോൻ പറഞ്ഞു, മമ്മി ഇയാളിത് ഇൻറ്റൻഷനലി പറയുന്നതാണ്, ഞാൻ മറുപടി പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറയല്ലേ, പറയണാണ്. അയാൾക്ക് അയാളെ റെസ്പെക്റ്റ് ഇല്ല, അയാൾക്ക് അയാളെ റെസ്പെക്റ്റിനെ അറിയത്തില്ല പോലും. അതുകൊണ്ടാണ് അയാൾക്ക് ആരെയും റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. വേറൊരു വ്യക്തിയിലുള്ള മഹത്വം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയണമെങ്കിൽ ഉള്ളിൽ മഹത്വം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും, നീ വിട്ടേക്ക്, വെറുതെ വിടത്ത് പറഞ്ഞു. അപ്പം കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അയാളുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് ഒക്കെ വന്നു. ഒരു ഫാദർ എന്നുള്ള നിലയിൽ ഒരു ലൈഫിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കുറച്ച് ഇഷ്യൂസൊക്കെ വന്നു. ആ സമയത്തൊക്കെ നമുക്ക് പറ്റുന്നിടത്തോളം ഹെൽപ്പും ഫിസിക്കലി, ഫിനാൻഷ്യലി, ഇമോഷണലി ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അയാളിൽ വന്നൊരു മാറ്റം, ഒരു ഷിഫ്റ്റ് ഭയങ്കര വലുതാണ്. ഈ കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ അടുത്ത് ഫോർഗീവ്നെസ് നേരിട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ്. അപ്പം നമ്മളെ ഉള്ളിലെ മഹത്വം നമ്മൾ അറിയുന്ന മൊമെൻറ്റിൽ മറ്റുള്ള ഒരാളുടെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോ ഫസ്റ്റ് ഓണർ യുവർ സെൽഫ്. നമ്മളെ ഓണർ ചെയ്യണമെങ്കിൽ നമ്മളെ സ്നേഹിക്കണം, അക്സെപ്റ്റ് ചെയ്യണം, അല്ലാതെ നമുക്ക് ഓണർ ചെയ്യാൻ പറ്റത്തില്ല. എ wounded heart spread പെയിൻ, എ ഹീൽഡ് ഹാർട്ട് സ്പ്രെഡ് ലവ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ എന്തുകൊണ്ട് നിർബന്ധം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 ഫാമിലിയിലെയും പേരൻസിന് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തിട്ട് വേണം, ഇല്ലെങ്കിൽ അമ്മായിയമ്മ പോരുണ്ടാവുമെന്ന് പറഞ്ഞതുപോലെ ഹീൽ ചെയ്യണം എന്ന് പറയുന്നത്, ഹീൽ ആയിട്ടുള്ള മനുഷ്യ ഹൃദയത്തിൽ നിന്ന് മാത്രമേ ലവ് വരുള്ളൂ. ഹീൽ ചെയ്യണം, നമ്മളെല്ലാവരും ഹീൽ ചെയ്യണം. അടുത്തത് ലോ ഓഫ് നോൺ എക്സ്പെക്റ്റേഷൻ. ഈ കണ്ടീഷണൽ ലവ് എന്താണ് പറഞ്ഞത്? ഐ വിൽ ലവ് യു ഇഫ് യു ബിഹേവ് ദ വേ ഐ വോണ്ട്. നമ്മൾ എപ്പോഴും കുട്ടികളടുത്ത് പറയും, മര്യാദയ്ക്ക് ഇരുന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കും, നല്ല മാർക്ക് വാങ്ങിയ നിനക്ക്, എൻ്റെ മമ്മിക്ക് നിൻ്റെ അടുത്ത്, ഉമ്മാക്ക് നിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരിക്കും, നീ പറയുന്ന പോലെ കേട്ട് ഞാൻ വിചാരിക്കുന്ന വ്യക്തിയെ പോലെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് നിന്നോട് സ്നേഹം. ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പയ്യനെ സ്നേഹിച്ചു, ഈ പയ്യനുമായിട്ട് മുന്നോട്ട് പോകുന്നു, ഞാൻ പറയുന്ന കേൾക്കുന്നില്ല, പാരൻസ് ഇങ്ങനെയാണ് പറയുന്നത്, പാരൻസിനോട് സ്നേഹം ഇല്ലെങ്കിൽ ഞാനിവിടെ കയറി തൂങ്ങി നിൽക്കും. അതൊക്കെ എന്തൊരു ദ്രോഹമായ സംഭാഷണമാണ്. അങ്ങനെയല്ല പറയേണ്ടത്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, പക്ഷെ അതിന് പറയേണ്ടുന്ന വേറൊരു രീതിയുണ്ട്. ആ രീതിയിൽ നമുക്ക് പറയാൻ കഴിയണം. ഇത് കണ്ടീഷൻസ് ആണ്. അൺകണ്ടീഷണൽ ലവ് ഉള്ള ആൾക്കാർ പറയുന്നത് എങ്ങനെയാണ്? ഐ ചൂസ് ലവ് ബിക്കോസ് ഇറ്റ് ഈസ് ഹൂ ഐ ആം. അപ്പുറത്തേക്കുന്ന ആരാണെങ്കിലും ഞാനിത് ചൂസ് ചെയ്ത്, ഇതെനിക്ക് വേണം, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ റെഡിയാണ് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ, എനിക്ക് ഓക്കെയാണ്, ഇറ്റ്സ് ഓക്കെ. എപ്പോഴും എക്സ്പെക്റ്റേഷൻ നമുക്ക് ഡിസപ്പോയിൻറ്റ് തരും. എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ് ഡിസപ്പോയിൻമെൻറ്റ്. ഈ എക്സ്പെക്റ്റേഷൻ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതെല്ലാം ബോണസായിട്ട് തോന്നും. നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലല്ലോ.
എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ ഇതെല്ലാം സന്തോഷമാണ്. സന്തോഷം കില്ല് ചെയ്യുന്ന ഒരു സാധനമാണ് എക്സ്പെക്റ്റേഷൻ. കല്യാണം കഴിച്ച മരുമകൾ ഇങ്ങനെ നോക്കും, മരുമകൻ ഇങ്ങനെ നോക്കും, മക്കൾ വലുതായാലും ഇങ്ങനെ നോക്കും, അതല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഇങ്ങനെ എടുത്ത് വെക്കും, എൻ്റെ സിസ്റ്റർ ലോസ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഇതെല്ലാം എക്സ്പെക്റ്റേഷൻ അല്ലേ? എൻ്റെ ഹസ്ബൻഡ് അവസാന ശ്വാസം വരെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. എക്സ്പെക്റ്റേഷനാണ്. എൻ്റെ വൈഫ് എനിക്കിങ്ങനെ ചെയ്തു തരും, എല്ലാം എക്സ്പെക്റ്റേഷനാണ്. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ഒക്കെ എല്ലാം കിട്ടുന്നതൊക്കെ ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ, താങ്ക് യു സോ മച്ച്. ഇതൊക്കെ തന്നെ ധാരാളം. അത് ഓരോ മൊമെൻറ്റും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് കിട്ടിയല്ലോ. പ്രതീക്ഷിച്ചിരുന്നാലുള്ള കുഴപ്പം, ഒരിക്കലും നമ്മളെ പ്രതീക്ഷയുടെ അടുത്ത് ചിലപ്പോൾ എത്തത്തില്ല. ചിലപ്പം അത് എക്സീഡ് ചെയ്യാം. പക്ഷേ എക്സ്പെക്റ്റേഷൻ, ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു പാർട്ടാണ് എക്സ്പെക്റ്റേഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളത്, എസ്പെഷ്യലി ഇൻ റിലേഷൻഷിപ്പ്. അടുത്ത ലോ ഓഫ് ഗിവിങ് വിത്തൗട്ട് കാൽക്കുലേഷൻ, 7ാമത്തെ ലോ. നമ്മൾ ന്യൂട്രാലിറ്റിയിലോട്ട് എത്തണം അല്ലേ? യെസ്, ന്യൂട്രാലിറ്റിയിൽ എത്തണം. സൂപ്പർ കണ്ടീഷനാണ് ന്യൂട്രാലിറ്റി. അതെ. പക്ഷെ സാധാരണ ഒരു മനുഷ്യൻ പ്രതീക്ഷിച്ചു പോകുമല്ലോ, അതെ, ഒരു നോർമൽ ഹ്യൂമൻ. തിരിച്ചു പോകും. സാധാരണ എല്ലാവരും അങ്ങനെ ഇല്ല. ചിലർക്കെങ്കിലും ഒരു സ്റ്റേജ് എത്തുമ്പോൾ, ലൈഫിൻ്റെ ഇനിഷ്യൽ സ്റ്റേജൊക്കെ ഇറ്റ്സ് വെരി ടഫ്. അപ്പം നമുക്ക് എൻ്റെയാണ്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഭാര്യ, അത്രയും സ്നേഹം ഇവർക്ക് മാത്രം ഞാൻ കൊടുക്കുള്ളൂ. അതാണ്. ഓരോ വർഷം കഴിയുമ്പോൾ അനുഭവങ്ങൾ നമ്മളെ കരുത്തിട്ട് നമ്മുടെ പെർസെപ്ഷൻസ് വലുതാവും, ചിന്തകൾ വലുതാവും. എല്ലാവരിലും ഒരു ഡിവൈൻ അംശമുണ്ട്. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും ഉള്ളതാണ് ഈ ഭൂമി. ഈ പ്രപഞ്ചം എൻ്റെ മാത്രമല്ല. ഇതൊന്നും ശാശ്വതമല്ല. ഒന്നിനും ഒരു പെർമനൻസ് ഇല്ല എന്ന് തിരിച്ചറിയണം. അതാണ് അവിടെ വരണമെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ നടന്നെടുക്കണം. എന്നാലേ ഇത് വരൂ. ആത്മീയത എന്ന് പറയുന്നത് അതാണ്. അതിലേക്ക് അവിടെയാണ് എറ്റേണൽ പീസ്. അവിടെ മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുക നമുക്ക് കോടികളുടെ വീടും ഒക്കെ വെച്ച് വലിയ ലംബോർഗിനി കാറും എടുത്ത് ഒരു വിന്ററിൽ താമസിക്കാൻ ഒരു വില്ലയും ഒക്കെ റെഡിയാക്കി, ഇതെല്ലാം കുറേ ബാങ്ക് ബാലൻസ് ഒക്കെ ആയി, പിന്നെ ഞാൻ ഭയങ്കര സുഖം ചാരികസേര കിടന്നിരുന്നാണ്. അവിടെ ഒരിക്കലും ഫുൾഫിൽമെന്റ് ഇല്ല. അയ്യോ, ഇതിന് കള്ളന്മാർ കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് കാര്യം വരുമോ, ED ആരെങ്കിലും നിന്ന് പറഞ്ഞു കൊടുക്കുമോ, ഇങ്ങനെ നമ്മൾ ഓരോ സെക്കൻഡും നമ്മൾ അലേർട്ടായിട്ട് ജീവിക്കേണ്ടി വരും. അപ്പം പിന്നെ നമ്മൾ എപ്പോഴോ ഓരോ ഒരു നിമിഷത്തിൽ വിചാരിക്കും, ഇതൊന്നും ഇല്ലാത്ത സമയത്ത് മനസ്സമാനം ഉണ്ടായിരുന്നു, അതും നമ്മൾ തന്നെ പറയും. പക്ഷെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് സംതിങ്, എന്താ പറയേണ്ടുന്നത്, ഓരോ സെക്കൻഡും മീനിങ് ആണ്. സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളൊരു ലൈഫ്. അവിടെ ആങ്സൈറ്റി ഒന്നുമില്ല. എന്ത് സുഖമാണ്. ഒരു മനസ്സിന് നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖത്തിന്, ആ ഒരു ജേർണിയിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിന് നമുക്കത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതാണ് ഏറ്റവും നല്ല മാർഗം, സ്പിരിച്വാലിറ്റി. ട്രൂ ലവ് ഡസ് നോട്ട് കോൺസ്റ്റന്റ്ലി മെഷർ. യഥാർത്ഥ ലോ ഓഫ് ഗിവിങ് വിത്തൗട്ട് എക്സ്പെക്റ്റേഷൻ, വിത്തൗട്ട് കാൽക്കുലേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് യഥാർത്ഥത്തിൽ അത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ആരാണ് കൂടുതൽ കൊടുക്കുന്നത്, ആരാണ് കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്നത്, ആരാണ് കൂടുതൽ ഡിസർവ് ചെയ്യുന്നത്, ഇതൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല. ഇറ്റ് സിംപ്ലി ഫ്ലോസ് നാച്ചുറലി വരുന്നതാണ്. The more love you give, the more the heart expand. Love is the only thing that multiplies when shared. സ്നേഹം മാത്രമാണ് കൊടുക്കുമ്പം കൂടുന്നത്. പക്ഷേ റിയൽ സ്നേഹം കൊടുക്കുമ്പോൾ കൂടും. റിയൽ സ്നേഹത്തിന് സാക്രിഫൈസ് ഉണ്ട്, കെയർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വിന്റർ സമയത്ത് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഒരു ഡിസ്പെൻസറിയിലേക്ക് രാവിലെ 7 മണിക്ക് ചെല്ലുകയാണ്. എന്നിട്ടിപ്പോൾ ആളുകൾ വന്നിട്ടില്ല. ഗവൺമെൻറ് ഡിസ്പെൻസറി തുറക്കുന്നതേ ഉള്ളൂ. അപ്പോൾ യൂറോപ്പിലാണ്. അപ്പോൾ സിസ്റ്റർ വന്ന് തുറന്ന് മരുന്നൊക്കെ എടുത്ത് വെക്കുന്നു. അപ്പോൾ ഇത് ബില്ല് എഴുതുന്ന ആൾ വന്നിട്ടില്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഫ്രണ്ട് കൗണ്ടറിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നേരെ അകത്തേക്ക് ഡ്രസ്സിങ് റൂമിൽ ചെന്നിട്ട് സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്കൊരു അർജൻറ്റ് ഉണ്ട്, എൻ്റെ കാലിലൊരു ആണി തറച്ച്, ഇതൊന്നും ഈ ഒരു മുറിവൊന്ന് കെട്ടി എനിക്കൊരു TT ഇഞ്ചക്ഷൻ തരാമോ, എനിക്ക് കുറച്ച് കൂടുതൽ ദൂരം യാത്ര ചെയ്യേണ്ടതാണ്, അർജൻറ്റാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇദ്ദേഹം അക്ഷമനാകുന്നതുകൊണ്ട് ഈ സിസ്റ്റർ വിളിച്ച് അകത്തേക്ക് കയറ്റി കാല് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ്.
ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റർ ചോദിച്ചു, എവിടെയാ എത്ര അർജൻറ്റായിട്ട് പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു 180 200ഓളം കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് എനിക്ക് പോകേണ്ടതുണ്ട്. പട്ടണത്തിലെ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ വൈഫിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോയിട്ട് ഇന്ന് തിരിച്ചു വരണം. കാരണം കൃഷിയുണ്ട്, പിന്നെ എൻ്റെ വൈഫിൻ്റെ പ്രിയപ്പെട്ട വളർത്തു മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, അവരെയൊക്കെ നോക്കണം. എനിക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ. അപ്പോൾ ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ അല്ല, അപ്പോൾ അവിടെ ബൈസ്റ്റാൻഡറിൻ്റെ ആവശ്യമില്ല. എത്ര കാലമായി വൈഫ് ഹോസ്പിറ്റലിൽ? കഴിഞ്ഞ 1.5 വർഷമായിട്ട് വൈഫ് ആശുപത്രിയിലാണ്. ഞാൻ ഡെയിലി ഇങ്ങനെ പോവും, തിരിച്ചു വൈകുന്നേരം വരും. അപ്പോൾ തിരക്ക് പിടിക്കുന്ന ഞാൻ ചെന്നിട്ടാണ് ഞാനും എൻ്റെ വൈഫ് ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അവൾക്ക് വിശക്കും, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് പോകേണ്ടുന്നത്. അപ്പോൾ ചോദിച്ചു, അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ പോലെ. അപ്പോൾ ഹോസ്പിറ്റലിൽ അടുത്ത് പറഞ്ഞാൽ മതി, ഭക്ഷണം കഴിച്ചോട്ടെ, നിങ്ങൾ ലേറ്റ് ആവുന്ന കുഴപ്പമില്ല. കുറച്ച് റീസൺമെൻ്റ് ഉണ്ടാകും സിസ്റ്ററിന് അത് ആദ്യം സംസാരിക്കുമ്പോൾ. അപ്പോൾ പറഞ്ഞു, ഇല്ല അത് പറ്റില്ല, ഞാൻ ചെന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുത്ത്, ഞങ്ങൾ ഒരുമിച്ചാണ് എന്നും കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ച് ഞാൻ തിരിച്ചു മടങ്ങും, രാത്രി അവൾ ഒരു സൂപ്പ് മാത്രം കഴിക്കും, അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കിടന്ന് നിങ്ങൾ ഈ വയ്യാത്ത കാലം വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ തിരക്ക് പിടിക്കല്ലേ, പതുക്കെ പോയാൽ മതി. എന്നിട്ട് അദ്ദേഹം ലാസ്റ്റ് ഇങ്ങനെ തുന്നിക്കെട്ടുന്ന ആ മൊമെൻറ്റിൽ സിസ്റ്റർ ചോദിച്ചു, നേഴ്സ് ചോദിച്ചു, എന്താണ് അവരുടെ പ്രശ്നം? അത് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഈ കിടന്ന് വിളിച്ചു പറയൂ, ഞാൻ ഇന്ന് ലേറ്റ് ആവുമെന്ന് പറയും. ഇദ്ദേഹം ഇങ്ങനെ സ്ട്രെസ് ആവുകയാണ്, വൈഫൊരു വിശക്കും, എനിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം മറുപടി പറയാണ്, എൻ്റെ ഭാര്യയ്ക്ക് അൽഷിമേഴ്സ് ആണ്. അപ്പോൾ പെട്ടെന്ന് ഈ സിസ്റ്റർ ഒന്ന് നിർത്തിയിട്ട് നോക്കി. അപ്പം ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല, ആരെയും ഓർമ്മയില്ല. അപ്പോൾ സിസ്റ്റർ വെച്ച്, നിങ്ങളെ ഓർമ്മയുണ്ടോ? എന്നെയും ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ ചെന്നാൽ ഞാൻ ആരോ ഒരു വ്യക്തി ചെല്ലുന്നു, ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നു, സംസാരിക്കുന്നു, തിരിച്ചു വരുന്നു. നിങ്ങൾ ഹസ്ബൻഡാണെന്ന് അറിയില്ല. എന്നിട്ട് പിന്നെ എന്തിന് നിങ്ങളെ കിടന്ന് കഷ്ടപ്പെടുന്നു? നിങ്ങൾക്ക് പതുക്കെ പോയാൽ പോരെ, അവർ നിങ്ങളെ തിരിച്ചറിയുന്ന പോലും ഇല്ലല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ്, അവൾക്ക് ഓർമ്മയില്ല, അവൾക്ക് ഞാൻ അവളുടെ ഭർത്താവാണെന്നുള്ള ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, അതെൻ്റെ ഭാര്യയാണെന്ന്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്തിയേ പറ്റുള്ളൂ, എൻ്റെ ഭാര്യയോടൊപ്പം ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ പറ്റുള്ളൂ, അവർക്ക് സമയം കൊടുത്തേ പറ്റുള്ളൂ. ഈ ഒരു റിപ്ലൈ, ദിസ് ഈസ് റിയലി അൺകണ്ടീഷണൽ ലവ്. അല്ലേ? അതെ. കാരണം നമ്മൾ അപ്പുറത്തേക്ക് നമുക്ക് അറിയില്ല, പിന്നെ ഞാൻ എന്തിനെങ്ങനെ ചെയ്യണം? ഓർമ്മയില്ലാത്ത ഒരു വ്യക്തി എന്തുവേണമെങ്കിലും ചെയ്യാം. അവർക്ക് ഓർമ്മയുള്ള സമയത്തെല്ലാം അവരിത് കറക്റ്റായിട്ട് ഡ്യൂട്ടി ചെയ്തതായിരുന്നു. കറക്റ്റ്. അപ്പൊ അവര് പറയും, എന്നെ നോക്കിയേ, എൻ്റെ മക്കളെ നോക്കിയേ, വളരെ കെയർഫുള്ളായിട്ട് എന്നെ നോക്കി, ഇത്രയും കാലം എന്നെ സംരക്ഷിച്ച് എൻ്റെ ഭാര്യയാണെന്ന് ഞാൻ മറന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ദിസ് ഈസ് സംതിങ് വെരി അമേസിങ് ആയിട്ടുള്ള ഒരു സാധനം. അപ്പൊ ഇതാണ് അൺകണ്ടീഷണൽ ലവ്. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആള് ഹെൽപ്ലെസ് ആകാം, അറിയുന്നില്ലെങ്കിൽ പോലും നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ അറിയാത്തവരെ പോലും സ്നേഹിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പില്ലറാണ് പിന്നെ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന അൺകണ്ടീഷണൽ ലവ്. ശരി, ലവ്ക്ക് ഒരു ഡയമെൻഷൻ ഉണ്ട്. അവിടെ നമ്മളൊരു പർട്ടിക്കുലർ വ്യക്തിനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നതിൽ നമുക്കൊരു സുഖമുണ്ട്. അതെ, അവരറിയണോ നമ്മൾ നോക്കില്ല. യെസ്, കറക്റ്റ്. അൺകണ്ടീഷണൽ ലവ് ഇസ് നോട്ട് ലവിങ് പീപ്പിൾ ബിക്കോസ് ദേ ഡിസർവ് ഇറ്റ്. അവർ അർഹിക്കുന്നതുകൊണ്ടല്ല നമ്മളെ സ്നേഹിക്കുന്നത്. ഇറ്റ്സ് ലവിങ് ബിക്കോസ് യുവർ ഹാർട്ട് ഹാസ് ബിക്കം ടു വൈസ് ടു ഹേറ്റ്. നമുക്ക് അയാളെ ഡിസർവ് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് അയാളോട് വെറുക്കാൻ എൻ്റെ ഹൃദയം തയ്യാറല്ല. ഞാൻ അതുകൊണ്ട് അർഹിച്ചാലും ഇല്ലെങ്കിലും, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, കേട്ടാലും കേട്ടില്ലെങ്കിലും, സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ സ്നേഹിക്കും. അതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. സോ പ്രാക്ടീസ് അൺകണ്ടീഷണൽ ലവ് ടു ഈച്ച് ആൻഡ് എവരി വൺ ഹു നോസ് യു. അറിയാത്തവർക്കും നിങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം. സെവൻത് ലോ ഓഫ് അൺകണ്ടീഷണൽ ലവ് എന്നാണോ സെവൻത് ലോ പറയുന്നത്? സെവൻത് ലോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിന് പറയുന്നത് എങ്ങനെയാ ആ ലോക്ക്? സെവൻത് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഗിവിംഗ് വിത്തൗട്ട് കാൽക്കുലേഷൻ. ലോ ഓഫ് ഗിവിംഗ് വിത്തൗട്ട് കാൽക്കുലേഷൻ. ഒരു പക്ഷേ നാളെ നമുക്ക് ഉച്ചയ്ക്ക് സെഷൻ ഉണ്ടാകത്തില്ല. മാക്സിമം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു ട്രാവലുണ്ട്, ഉച്ചയ്ക്ക് എത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്തിയാലുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ 2 മണിയൊക്കെ ആകുമ്പോൾ, ദാറ്റ് മീൻസ് ഇന്ത്യയിലെ 3:30 മണിയാകുമ്പോൾ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇടും. സിറ്റുവേഷൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇന്ന് ദുബായിൽ ഒരു ഡ്രോൺ വീണ് 4 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. ഇപ്പൊ അയ്യോ, എന്റെ ഹസ്ബൻഡ് മറ്റന്നാ വരാനിരിക്കുവോ നാട്ടിലോട്ട് 10 ദിവസത്തേക്ക്. ഹോട്ടലിലായിരുന്നു കുഴപ്പമില്ല, വലിയ പ്രശ്നം പേടിക്കണ്ട.
എയർപോർട്ടിൽ ഇപ്പോഴുണ്ടായിരുന്നു മാം? ഇപ്പോഴായിരുന്നു അല്ലേ എയർപോർട്ടിൽ? രാവിലെ എല്ലാരും ടെൻഷനിലാണ്. ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാവും, വരുന്നുണ്ട്. കുഴപ്പമില്ല. ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അവിടെ നിന്ന്. ആ ഉണ്ട്, എയർ അറേബ്യ ഒക്കെ ഇവിടുന്ന് ഉണ്ട്. അങ്ങോട്ട് പോകാനാ ബുദ്ധിമുട്ട്. അതും ടെൻഷന് വന്നാ പോകാൻ പറ്റിയില്ലെങ്കിൽ. അങ്ങനെ വിചാരിക്കരുത്, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യ്. സന്തോഷമല്ലേ? പോസിറ്റീവായിട്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട്? നമ്മൾ ഈ ക്യാമറയിൽ വരാത്ത ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒന്ന് പറയാമോ? ആരെങ്കിലും നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല? ഷീജ, സുരേഷ്, ബാക്കിയുള്ളവരെ അറിയാം. പ്രീജ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പരിചയപ്പെട്ടിട്ടില്ലാത്തവര് ഒന്ന് സംസാരിക്കാമോ? പ്രീജ. മാഡം, യെസ് പ്രീജ. എവിടെയാ സ്ഥലം? ഞാൻ എന്റെ സ്ഥലം പട്ടിമറ്റം, അതായത് പെരുമ്പാവൂര്. പെരുമ്പാവൂർ. ഓക്കെ. ഞാനിപ്പോ ഓഫീസ് ടൈമാണ്, അതാണ് ഞാൻ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് ഇരിക്കണേ. ആരും കാണാതെ പാത്തിരുന്നാണ് കേട്ടോണ്ടിരിക്കണേ. ഓക്കെ. സന്തോഷം. ഞാൻ സദീപ് സാറിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്. സാറ് വഴിയാണ് ഞാൻ ഇതിൽ കയറിയിരിക്കുന്നത്. ഓക്കെ. നൈസ്. ഒരുപാട് സന്തോഷം ഇത് കേൾക്കുമ്പോ. ഇങ്ങനെ വളരെ കാമായിട്ട് സംസാരിക്കുന്ന ഒരാളെ കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണ്. എല്ലാവരും ഒരു ഒച്ചത്തിൽ സംസാരിക്കുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് തന്നെ ഭയങ്കര സ്പീഡാ സംസാരിക്കാൻ. അപ്പൊ ഇങ്ങനെ വളരെ കാമായിട്ട്, വളരെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ സംസാരിക്കണേ. എനിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഓഫീസിലാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്യണ്ട, ഓഫ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും സംസാരിക്കുന്നു? ഹായ് മാം, എന്റെ പേര് രജി എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞാൻ ഓഫീസിലാണ്, അതുകൊണ്ടാണ് എനിക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ രജി. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഏത് ഓഫീസിലാണ്? ഞാൻ ബാങ്കിലാണ് മാം. ബാങ്കിലാണ്. സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് നിൽക്കണേ വഴക്ക് പറയും. കാരണം ബാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും വളരെ വിജിലന്റ് ആയിട്ട് നമ്മൾ ഇരിക്കേണ്ട. എനിവേ, താങ്ക് യു സോ മച്ച്. ഞാൻ റീജിയണൽ ഓഫീസിലാണ്, അവിടെ കസ്റ്റമർ ഫേസിംഗ് ഇല്ല. റീജിയണൽ ഓഫീസ് തന്നെ. ഓക്കെ, താങ്ക് യു രജി. സന്തോഷം. മാം, എനിക്ക് ഒരു ഹെൽപ്പ് മാത്രം ചെയ്യണം മാം. ചില ടൈം എനിക്കിത് കേൾക്കാൻ പറ്റാറില്ല, ചില ഡേയ്സ്. സോ ആ ടൈമിലുള്ള വീഡിയോസ് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഞാൻ യൂട്യൂബിൽ നോക്കി കുറെ ഇത് കിട്ടിയിട്ടുണ്ട്, എല്ലാം ഇത് അതിനകത്ത് അപ്ലോഡഡ് അല്ല. ഇല്ല, അത് അപ്ലോഡ് ഇടയ്ക്ക് 2 എണ്ണം എൻ്റെ കയ്യിലാണ്. അത് ഞാൻ ടീമിന് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് സൂമിലായിരുന്നു. ഇല്ലെങ്കിൽ ടാഗ് ബാങ്കോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അവർ തന്നെ ചെയ്യും. ബാക്കിയുള്ളതൊക്കെ ഇടുന്നുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം ഡിലേ ആവുന്നതായിരിക്കും. കാണാം, നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താമസിച്ചു പോയി. ബീന മാഡം തിരുവാതിര ക്ലാസ്സിന് പോയതായിരുന്നു, വന്നപ്പോഴത്തേക്കും ലേറ്റ് ആയി പോയി. കുഴപ്പമില്ല. 2 ദിവസം കഴിയുമ്പോൾ യൂട്യൂബിൽ കാണും. പ്രാക്ടീസ് ചെയ്താൽ. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നാളെ കാണാം. എന്തെങ്കിലും നാളത്തെ കാര്യത്തിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ അറിയിക്കും. ഇന്നത്തെ ലൈഫ് കോച്ചിങ് സെഷൻ മിസ് ചെയ്യരുത്. ഇന്ന് എൻ്റെ മെന്റർ വരുന്നുണ്ട് കേട്ടോ. ബുക്ക് റൈറ്റിംഗിന്റെ സെഷൻ. എൻ്റെ മെന്റർ ഇന്നിങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇന്ന് ബുക്ക് റൈറ്റിംഗിന്റെ സെഷനാണ്, സാർ ഒന്ന് വന്നൊന്ന് സംസാരിക്കാം. ഞാൻ വരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര്? ആദ്യകാല മെന്ററാണ്. 2002-ലോ 2003-ലോ ആണ് സാറിന്റെ മെന്റർഷിപ്പ്. സാറാണ് എന്നെ ആദ്യം ഗൈഡ് ചെയ്യുന്ന. ഡോക്ടർ പ്രകാശ്. ടിവിയിൽ ഇദ്ദേഹത്തിന് പകരമാണ് ഞാൻ ആദ്യം ചാനലിൽ പോകുന്നത്, പ്രോഗ്രാമിന് പോകുന്നത്. സാറിന്റെ ഒരു പ്രോഗ്രാം, ഡോക്ടറോട് ചോദിക്കുന്ന പ്രോഗ്രാം 2014, ഏത് വർഷമൊന്നും ഓർക്കുന്നില്ല. സാറിന് പകരമാണ് സാർ എന്നെ വിടുന്നു. അവിടെ നിന്നാണ് എൻ്റെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഗൈഡ് ചെയ്തിട്ടുള്ള ആണ് സാറ്. അപ്പൊ സാറ് ബുക്ക് റൈറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കും. സാർ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതൊക്കെയോ ബുക്കുകൾ. ഓഥറാണ് സാറ്. ബാക്കി അത് സാറിനെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താനും ഉള്ള ഒരു അവസരമായിട്ട് ഞാൻ കാണുന്നതുകൊണ്ട് മിസ് ചെയ്യരുതാരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. Okay, thank you, ma'am. അസ്സലാമു അലൈക്കും.